ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് മീൻ കിട്ടും. പിന്നെ നൂറുകണക്കിന് മീനുകൾ ഈ ട്രാപ്പിൽ കയറുന്നൊരു ട്രിക്കാണ്. നമ്മൾ മലയാളികളൊന്നും അധികം ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിത് പരീക്ഷിച്ച് നോക്കിയതാണ്. നല്ല വിജയമുള്ളൊരു സംഭവമാണ്. ഒരുപാട് മീനുകൾ കയറും. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഒരു പ്ലസ് പോലെ കട്ട് ചെയ്യണം. കറക്റ്റ് നമ്മൾ മറ്റേ കുപ്പിയുടെ അടപ്പ് കയറ്റാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് വലിയതാകരുത്. നമ്മൾ അളവ് നോക്കിയിട്ട് കറക്റ്റ് ഒരു പ്ലസ് പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ പ്ലസ് പോലെ കട്ട് ചെയ്തിട്ട് ഒരു ബ്ലേഡ് അല്ലെങ്കിൽ നല്ല ഷാർപ്പായ ഇതുപോലുള്ളൊരു കത്തി വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ബ്ലേഡ് ആണെങ്കിലും മതി. ബ്ലേഡ് ആണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ പ്ലസ് പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലസ് പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് വലുതാകാണ്ടിരിക്കാൻ ശ്രമിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുപ്പി ലൂസായിട്ട് ഊരി വരരുത്, തിരിച്ചിങ്ങോട്ട് ഊരി വരരുത്. കറക്റ്റ് ആ കുപ്പി കയറുന്ന ഒരു ഗ്യാപ്പ് പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു പ്ലസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് പ്ലസ് പോലെ ആക്കുക. എന്നിട്ട് നമുക്ക് വലിയ കുപ്പിയൊക്കെ ആണെങ്കിൽ ഈ പിന്നെ ഈ വലിയ തരം പരലുകളെയൊക്കെ പിടിക്കാൻ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ട്രിക്കാണിത്. അപ്പോൾ നമ്മുടെ പ്ലസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ മറ്റേ കുപ്പിയുടെ വായ് ഭാഗം വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ അത് വലിപ്പം കൂട്ടണം, എന്നാലേ നമുക്കത് കറക്റ്റ് ആവുള്ളൂ. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ലൂസായി വരും. അത് നമ്മൾ മീൻ എടുക്കുമ്പോഴൊക്കെ മീൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വലുതാക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി അത് തിരിച്ച് വലിച്ചാൽ വരില്ല. അതിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ മടക്ക് ഇതിൽ കറക്റ്റായി നിന്നോളൂ. അപ്പോൾ പ്ലസ് പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു പ്ലസ് പോലെ ആയിട്ടുണ്ട്. മുകളിലത്തെ അതിൽ കുപ്പി അടച്ചിട്ടുണ്ട്. ഈ താഴെ വെച്ച കുപ്പിയിൽ അടപ്പില്ല, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു പ്ലസ് പോലെ കട്ട് ചെയ്യണം. ഈ താഴത്തെ കുപ്പിയിലും ഒരു പ്ലസ് പോലെ കട്ട് ചെയ്യണം. ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലസ് പോലെ, ഇത് മീൻ കയറാനുള്ളൊരു ഗ്യാപ്പാണ്. അപ്പോൾ ഇത് മാക്സിമം കുറച്ച് മുകളിലായിട്ട്, അതായത് ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു ഗ്യാപ്പില്ല, അത്രയും മുകളിലായിട്ടാണ് ചെയ്യേണ്ടത്. ഒരുപാട് താഴ്ത്തി ചെയ്യരുത്. അപ്പോൾ എന്താ വെച്ചാൽ മീൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറണം. അപ്പോൾ താഴെയാണ് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. ഇങ്ങനെ എല്ലാം മടക്കി വയ്ക്കുക. മടക്കി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയ മീനിന് തിരിച്ച് ഇറങ്ങാൻ പറ്റില്ല. തിരിച്ചിറങ്ങാൻ നമ്മൾ ഈ സൈഡിലെ മടക്കിൽ തട്ടിയിട്ട് അതിന് മനസ്സിലാക്കാൻ പറ്റില്ല. തീറ്റ താഴെ നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കും. പെല്ലറ്റാണ് ഞാൻ ഇടാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൈദ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വലിയ കുറുവേനൊക്കെ പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ ഗ്യാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, വലിയ കുപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് കുറുവ പരൽ കയറും. അപ്പോൾ ഇതിനുള്ളിൽ കയറിയ മീനൊക്കെ മുകളിലോട്ട് രക്ഷപ്പെടും. ഈ വെപ്രാളത്തിൽ മുകളിലോട്ടത്തെ കുപ്പിയിൽ വന്നിലെല്ലാം പെടും. അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് മീൻ നമുക്ക് പിടിക്കാൻ പറ്റും. മുകളിലോട്ട് ഒരുപാട് മീനുകൾ കയറും. അപ്പോൾ ഈ 4 സൈഡും ഈ ടച്ച് ചെയ്യുന്നതുകൊണ്ട് മീൻ പേടിച്ച് പെട്ടെന്ന് മുകളിലോട്ട് പോയി ആ മുകളിലത്തെ ഇതിൽ കയറി കിടക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാനിനി ഇതുപോലെ പെല്ലറ്റാണ് ഇടാൻ പ്ലാൻ. അപ്പോൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ പോയിട്ട് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫ്ലോട്ട് ചെയ്തിട്ട് മുകളിലത്തെ കുപ്പിയിലോട്ട് പൊന്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചോദിച്ചാൽ ഒന്ന് നനച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ നനച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പാറിക്കിടക്കും. അപ്പോൾ അത് പാറിക്കിടക്കുന്നതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ബബിൾസ് പോയി കഴിഞ്ഞാൽ അതെല്ലാം താഴത്തോട്ട് പൊയ്ക്കോളും. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാലും മതി. അപ്പോൾ ഇത് താഴത്തോട്ട് പോയിക്കോളും. അപ്പോൾ എല്ലാം താന്ന ശേഷം നമ്മൾ നമ്മുടെ ട്രാപ്പിലോട്ട് ഇടാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എല്ലാം താന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞെക്കി കഴിയുമ്പോൾ എല്ലാം താന്നിട്ടുണ്ട്. ബബിൾസൊക്കെ പോയിട്ട് താന്നിട്ടുണ്ട്. ഈ പെല്ലറ്റ്, പശുവിനൊക്കെ കൊടുക്കുന്ന പെല്ലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം താന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി എടുത്ത് നമുക്കിത് നമ്മുടെ കുപ്പിയിലിടാവുന്നതാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് മൈദയോ അല്ലെങ്കിൽ ചോറൊക്കെ ഒന്ന് ഞെക്കി ഇടുകയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താലും അതിലൊരുപാട് പരലൊക്കെ കയറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ പിടിക്കാൻ പറ്റുന്ന മീനുകൾക്ക് വെച്ചിട്ട് ചിലപ്പോൾ മണ്ണിര വെച്ച് കഴിഞ്ഞാൽ വേറെ തരം മീനുകളൊക്കെ കയറുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പെല്ലറ്റെല്ലാം അടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെ മുക്കി കഴിഞ്ഞിട്ട് വെള്ളത്തിൽ മുക്കുക. ഞാൻ സ്പോട്ടിൽ പോയിട്ട് അത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഹാഫ് വെള്ളം നിർത്തിയാൽ മതി. നമ്മൾ മുകളിലത്തത് തുറന്നിട്ട് ഒരു ഹാഫ് വെള്ളം നിർത്തിയാൽ മതി. അപ്പോൾ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇനി അഥവാ നിങ്ങൾക്ക് താഴ്ത്തി കിടക്കണമെങ്കിൽ താഴ്ന്നിട്ടുണ്ടെങ്കിൽ ഒരു മുകളിലൊരു 1 മീറ്റർ താഴ്ത്തിയിട്ട് ഒരു ഫ്ലോട്ടൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് മീൻ കയറാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ സാധാരണ ഈ ബെയ്റ്റ് ഫിഷിങ് പിടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടാണ് ഇടാറ്. കുളത്തിൽ കൊണ്ടുപോയിട്ട് വെറുതെ അങ്ങ് ഇട്ട് വയ്ക്കും. അപ്പോൾ
അങ്ങനെയാണ് ഞാൻ ഇടാറുള്ളത്. ഒരു പകുതി വെള്ളം വെച്ചിട്ട്. ഇപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു കുളമാണ്. അപ്പോൾ ഞാനതിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കുറച്ച് കാറ്റത്തൊക്കെ അങ്ങ് നീങ്ങിപ്പോയാൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മുകളിലത്തെ കുപ്പിയിലൊരു അടപ്പിൻ്റെ മുകളിലായിട്ടൊരു വരുന്ന രീതിയിലാക്കുക. അപ്പോൾ ഫ്ലോട്ട് ചെയ്ത് നിന്നോളും. ആ അടപ്പ് അങ്ങ് അടച്ച് വയ്ക്കുക. അപ്പോൾ തീറ്റ കണ്ടിട്ട് അവിടെ ഉള്ള ചെറിയ ചെറിയ പരലുകളൊക്കെ വന്നതിൽ കയറും. അപ്പോൾ നിങ്ങൾക്ക് ഇനി തോർത്ത് കൊണ്ട് കോരിയിട്ടൊന്നും പിടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഈ നിങ്ങൾ അക്വേറിയത്തിലൊക്കെ മീൻ വളർത്തുന്നുണ്ടെങ്കിൽ ഈ ചെറിയ തീറ്റയായി കൊടുക്കാനുള്ള ചെറിയ പരലിനൊക്കെ ഈസിയായി പിടിക്കാൻ പറ്റും. വരാലിനും അതുപോലുള്ള മീനുകൾക്കൊക്കെ ഇത് പരലൊക്കെ നല്ല തീറ്റയാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എടുത്ത സീനാണ് ഈ കാണുന്നത്. കണ്ടോ, ഒരുപാട് പരൽ കയറിയിട്ടുണ്ട്. ഒരുപാട് പരലുണ്ട്. അപ്പോൾ നമുക്കിത് വെള്ളം തന്നെ പോയിക്കോളും. നമ്മൾ പതുക്കെ എടുത്തു കഴിഞ്ഞാൽ വെള്ളം പോയിക്കും. താഴത്തെ കുപ്പി മുകളിലോട്ട് അങ്ങ് ചെരിച്ച് കഴിഞ്ഞാൽ എല്ലാ മീനുകളും മുകളിലാവും. ഈ താഴത്തും കുറച്ച് മീനുകളൊക്കെ നിൽക്കുന്നുണ്ടാവും, അത് മുകളിലാവും. അപ്പോൾ ഒരുപാട് നമുക്ക് മീനുകളെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയ ചെറിയ പരലുകളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പരല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ കിട്ടിയ പരലിനെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുട്ടികൾക്കിപ്പോൾ കളിക്കാനൊക്കെ ആണെങ്കിലും പിടിക്കാൻ ഈസി 2 ബോട്ടിൽ മാത്രം മതി. 2 പ്ലസ് പോലുള്ള 2 കട്ടിങ്സ് ഉണ്ടെങ്കിൽ കുറച്ച് തീറ്റ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മീൻ പിടിക്കാം. ഈ അക്വേറിയത്തിന് വേണ്ടി കളർഫുള്ളായിട്ടുള്ള മീനുകളോ അല്ലാത്ത മീനുകളോ ബെയ്റ്റ് ഫിഷോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്വേറിയത്തിലുള്ള മീനുകൾക്ക് തീറ്റയായിട്ട് യൂസ് ചെയ്യാൻ എന്തിനു വേണമെങ്കിലും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഇത്രയൊന്നും അല്ല. ഞാൻ ഇതിനു മുമ്പ് ഇട്ട സമയത്ത് അതിൻ്റെ മുകളിലുള്ള കുപ്പി മൊത്തം നിറഞ്ഞായിരുന്നു. ഒരു 3-4 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അത് മയങ്ങിപ്പോകും. കുറേ മീനുകൾ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കുറേ എണ്ണം ചാവാറായ പോലെ ഉണ്ടാകും. പിന്നെ ഫ്രഷ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാവുള്ളൂ. 10-200 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മീനുകളൊക്കെ വന്ന് നിറയും അതിൻ്റെ ഉള്ളിൽ. അത്രയും മീനുകൾ കയറും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യാവുന്നതാണ്. ബെയ്റ്റ് ഫിഷിങ്ങിന് എല്ലാത്തിനും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഒരുപാട് ചെയ്യുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്.